സ്വർഗം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം ഇന്ന് അനുഗ്രഹിക്കുവാനായി തീരട്ടെ. ആരുടെ ദൈവത്തിൻ്റെ വിടുതൽ ഒന്നാം ദിവസം തന്നെ ആരംഭിച്ചു. ഹല്ലേലൂയ. ഒന്നാം ദിവസം തന്നെ ദൈവത്തിൻ്റെ വിടുതൽ ആരംഭിച്ചു. ആ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം തന്നെ. ഇന്ന് അവസാന ദിവസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തു വരുന്നു. ദൈവത്തിൻ്റെ വിടുതൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ നിറവിലേക്ക് ശക്തമായി വെളിപ്പെടുവാനായിട്ടിടയായി തീരണം. പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യം അല്പസമയം മത്സര ദേവദാസൻ്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കും യെസ് പാസ്റ്റർ. പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവപാദപീഠത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് വലിയ ആശ്വാസവും വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ വചനം നമ്മുടെ ഹൃദയത്തിൽ അതെന്നോടാണ് എന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ആ വചനം ഏറ്റെടുത്ത് ആ വചനത്തിൻ്റെ വിടുതൽ, ആ വചനത്തിൻ്റെ സൗഖ്യം എന്നിലേക്ക് വരണം എന്ന് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? വചനം നമ്മുടെ ഹൃദയത്തിൽ അത് വലിയ വെളിപ്പാടായിട്ട് മാറണം. സംസാരിക്കുന്ന വചനം സംസാരിക്കുന്നത് മാത്രം അങ്ങനെ തന്നെ മാത്രം ഇരുന്നാൽ അതെന്ത് ചെയ്യത്തില്ല, അതിന് കേട്ടത് കൊണ്ട് യാതൊരു പ്രയോജനം എന്തില്ല. വചനം കേട്ടാൽ അത് അവർക്ക് എന്ത് ചെയ്യണം? ഗുണമായി വ്യാപരിക്കണം. ഇല്ലേ? ഗുണമായി ഭവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ആ വചനം അങ്ങനെ തന്നെ എന്ത് ചെയ്യും? കേട്ടതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഗുണമായി വ്യാപരിക്കണം. കേട്ടത് അവർക്ക് ഗുണമായി. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറെ ഗുണമായി തീരുവാൻ, ഏറെ അനുഗ്രഹമായി തീരുവാൻ, അതിനെ സ്വീകരിക്കുവാൻ തക്കണം, അതിനെ ഉൾക്കൊള്ളാൻ തക്കണം. ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ, ശക്തി നൽകട്ടെ. തുടർന്ന് ഹല്ലേലൂയ തുടർന്നുള്ള 20 മിനിറ്റ് ദേവദാസൻ നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. മൈക്കില്ലാതെ സംസാരിച്ചിട്ട് വീടുകളിൽ രാകേഷ് പാസ്റ്ററിന് ഇത്രയും ശബ്ദം എന്ന് ഒരച്ഛൻ ചോദിച്ചു. അതുകൊണ്ട് പിന്നെ അതും കൂടി ഉപയോഗിച്ചാൽ പിന്നെ മൈക്കില്ലാതെ ഞാൻ സംസാരിച്ചിട്ട് വീടുകളിൽ രാകേഷ് പാസ്റ്റർ ഇത്രയും ശബ്ദം വേണോ എന്നോട് ഒരു അച്ഛൻ ചോദിച്ചു. സ്തോത്രം. നമ്മുടെ ഒരു അച്ഛൻ തന്നെ, കുഴപ്പമില്ല, നോ പ്രശ്നം. അഭിപ്രായം അപ്പം എന്നോട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞേ. നമ്മുടെ സൗണ്ട് ഞാൻ കുറയ്ക്കാൻ പോകുന്നില്ല. സ്തോത്രം. അത് വേറെ വിഷയം. സ്തോത്രം. ഓരോരുത്തർ അങ്ങനെ അഭിപ്രായം പറയാൻ നല്ലതാണ്. പാസ്റ്ററുകളൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ പൊതുവേ പാസ്റ്റർമാർ എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് കേൾക്കാം. ജനാധിപത്യ രാജ്യമാണല്ലോ. പക്ഷേ എല്ലാ അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നലെ എനിക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു കാര്യം വന്നു. കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ സഭയുടെ കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ഒക്കെ അടുപ്പിച്ച് വരുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കിയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ മാറി മാറി നിന്നത്. പക്ഷേ കർത്താവാണല്ലോ നടത്തുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിക്ക് കുറച്ച് നാളായിട്ട് എന്നെ അതുകൊണ്ട് രോഗിയാക്കി തീർത്താലേ അത് പറ്റുള്ളൂ എന്ന് കർത്താവിനെ അറിയാവുന്നതുകൊണ്ടും എൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവസഭ AG സഭയിൽ IPC കുറച്ചും കൂടെ അടുത്താണ് എങ്കിലും, പിന്നീട് അടുത്താണ് എങ്കിലും AGയോടാണ് താല്പര്യം ഉള്ളതുകൊണ്ടും സ്തോത്രം വരാനും പോകാനുള്ള സൗകര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഈ ദിവസങ്ങൾ അതുകൊണ്ട് കൂട്ടായ്മ കൂടുതൽ അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അതും ജോബി ബ്രദറെ പ്രാർത്ഥിച്ചെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. ജോബി ബ്രദറെ പ്രാർത്ഥിച്ചു അല്ലേ? സ്തോത്രം. ശാസിച്ചോ? ഇല്ല. ശാസിച്ച തന്നെ ദുരാത്മാവിനെയോ അല്ലെങ്കിൽ രോഗാത്മാവിനോ ഒന്നും ശാസിച്ച് സാധാ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന സൗഖ്യത്തിനായി സ്തോത്രം. ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു, ദേവദാസൻ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. പൂർണ്ണമായ സൗഖ്യമൊന്നും ആയിട്ടില്ല. കർത്താവ് ഒരു വെളിപ്പാട് വേഗത്തിൽ പറയട്ടെ. സ്തോത്രം. ഒരു വെളിപ്പാട് വന്നു. അത് തന്ന വചനം അന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെയാണ് പ്രാർത്ഥന അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പെട്ടെന്ന് എനിക്ക് തന്ന ഒരു വചനമായിരുന്നു. ആ വചനം പക്ഷേ എങ്ങനെ ആയിത്തീരും എന്ന് വരാൻ പറ്റുമെന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളും പ്രയാസവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഇന്ന് വന്നോളൂ. 2 ദിവസം വന്നില്ല. 2 ദിവസം വരാൻ പറ്റിയില്ല. പക്ഷേ വീട്ടിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കുടുംബത്തെ പ്രത്യേകമായി സോയിയുടെ ആ വിഷയം അതിൻ്റെ ഒരു ആഴം അറിഞ്ഞപ്പോൾ, അറിഞ്ഞ തന്നെ അല്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഹത്വപ്പെടുന്ന ഭാഷ പറഞ്ഞാൽ വന്ന ദേവദാസ് ക്ഷണിക്കപ്പെട്ട ദേവദാസൻ ആദ്യത്തെ ദിവസം തന്നെ ആ ദൂതും കാര്യങ്ങളും ഓർപ്പിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വതന്ത്രം. ഭാരം ചുമക്കുന്ന ഏത് കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി എന്തായാലും ഭാരം ചുമക്കുന്ന ആ മൃഗം അതിന് മേലുള്ള അതിൻ്റെ ആ വണ്ടി വലിക്കാനുള്ള ആ സംഭവം എപ്പോഴും അവന് കഴുത്തിലുണ്ടാവും. നുകം തന്നെയല്ല, നുകം. ആ നുകം രാവിലെ ഇട്ടാൽ പിന്നെ വൈകിട്ട് അത് മാറ്റത്തുള്ളൂ.
എപ്പോഴെപ്പോഴാ ഓട്ടം കിട്ടുന്ന അറിയാത്തതുകൊണ്ട് ആ മുഖം അവിടെ തന്നെ കിടക്കും. അപ്പം അവൻ്റെ മേൽ ആ ഒരു നുഖമുണ്ട്. ആ നുഖം കൂടാതെയാണ് ഭാരം ചുമക്കുന്നത്. സ്തോത്രം. നമ്മളെ അത് വഹിക്കുന്ന നാം വഹിക്കുന്ന ഒരു എന്താ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്. അല്ല, ആ കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി ഓടിക്കാനുള്ള ആളുണ്ടല്ലോ, അത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു. അപ്പം കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊക്കെ കർത്താവിന് വേണ്ടി ഭാരം ചുമക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഭാരമല്ല, എനിക്കൊരു ഭാരമുണ്ട്, പക്ഷെ എൻ്റെ ഭാരമല്ല, മറ്റുള്ളവരെ ഭാരം ചുമക്കാൻ വേണ്ടിയ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്, കൂട്ടായ്മ തന്നത്, സഭയെ നമ്മൾ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് പകലും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ കുടുംബത്തെ കൊണ്ടുവന്നത്. ദൈവസഭ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമുക്ക് കൂട്ടായ്മ നൽകി. എൻ്റെ ഭാര്യ പറഞ്ഞു, ഇന്നലെ വന്നപ്പോഴും ആളുണ്ടായിരുന്നു, മെഞ്ഞാന്നും ആളുണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷിച്ചു. സ്തോത്രം. പലരും വന്നെന്ന് പറഞ്ഞു. ഞാൻ കർത്താവ്, ഞാൻ മാത്രം ഇല്ലല്ലോ. സ്തോത്രം. എല്ലാവരും ചോദിച്ചു. അപ്പം എല്ലാവരും ചോദിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഒരു അകലം പാലിച്ച് നാളെ നിന്ന്. പക്ഷേ ഈ അകലം അടുക്കുമ്പോഴാണ് പ്രശ്നം തന്നെ സ്നേഹം കൊണ്ടാണ് കേട്ടോ. അല്ല, സ്തോത്രം. അപ്പോൾ ഇന്ന് പകലും വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ചില വാക്യങ്ങൾ. ആദ്യം പ്രാരംഭമായ കർത്താവിൻ്റെ ആത്മാവ് തന്ന വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1, 2, 4 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1, 2, 4 വാക്യം. നമ്മളൊരു യുദ്ധത്തിൽ ആണ് അല്ലേ? നമ്മുടെ ആത്മീയ യുദ്ധത്തിലാണ്. ഈ യുദ്ധം എന്ന് തീരും? പിശാച് ചാകണം. പിശാച് ചാകണം. അവൻ ചാകില്ല, അവന് കുഴിയിലിട്ടാൽ. പിശാച് എന്നാ ചാകുന്നത്? നമ്മളെല്ലാം പോയാൽ. സ്തോത്രം. അല്ലേ? നമ്മൾ പോയാലേ അവൻ ചാകുള്ളൂ. അപ്പോൾ നമ്മുടെ മരണമാണ്. നമ്മുടെ മരണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്തോത്രം. അപ്പം നമ്മുടെ സമയമല്ല, നമുക്കൊരു സമയമുണ്ട് മരണം വരെ. സ്വതം ഡി ജോഷോ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ICPFന്റെ അതേ സ്ഥാപകന്മാരിൽ ഒരു ദേവദാസനായ ഡി ജോഷോ സാറ് കുഞ്ഞുങ്ങളെ ക്യാമ്പിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്താ നിന്റെ തന്നെ അവരോട് പറയാൻ കേട്ടോ, നിങ്ങളോടല്ല, അവരോട് നിന്റെ ആ വാക്കിൻ ഇവിടെ പറയുമ്പോൾ നമ്മുടെ ശവപ്പെട്ടിയുടെ അവസാന ആണി അടിക്കുന്ന സമയം വരെയും പിശാച് പ്രവർത്തിക്കും. നമ്മുടെ പെട്ടിയുടെ അവസാനത്തെ ആണി അടിക്കുന്ന സമയം വരെയും പിശാച് പ്രവർത്തിക്കും. വായിച്ചോ. യഹോവ വെച്ച ജാതികളാകുന്നു ഇവ. എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കാൻ. 2, യുദ്ധം അറിയാത്ത ദൈവജനത്തെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയെ, കോഴഞ്ചേരി സഭയ്ക്ക് ഈ യുദ്ധം ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം നമ്മൾ നല്ലൊരു ജാതിയായി. പണ്ടൊരു ജാതി അല്ലായിരുന്നു, ഇപ്പം വല്ലാത്തൊരു ജാതിയായി പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊരു സംശയം. സ്തോത്രം. അപ്പം നമ്മളെ യുദ്ധം അറിയില്ലായിരുന്നു. പക്ഷെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ദൈവം വെച്ച ജാതികളത്. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് അവർ പോവും, പക്ഷെ അവിടെ പിന്നെയും മടങ്ങി വരും. എന്തിനു വേണ്ടിയാ? യുദ്ധം അഭ്യസിപ്പിക്കുവാൻ. അപ്പം മുമ്പേ നമുക്ക് ഈ യുദ്ധമൊന്നും അറിയില്ലായിരുന്നു. സ്തോത്രം. മാർത്തോമയിൽ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ CSI ഇരുന്നപ്പോഴോ ഇതൊന്നും അറിയില്ല. മറ്റുള്ള ഏത് ഹൈന്ദവ വിശ്വാസം മുസ്ലിം ഏതിലായിരുന്നു അത് ആ രീതിയിലായിരുന്നു. പക്ഷേ യഥാർത്ഥ യുദ്ധം വന്നത് ഈ വിശ്വാസം വന്നപ്പോഴാണ്. വായിച്ചോ. വേണ്ട, 3 വേണ്ട, 4-ാം വാക്യം. എന്തിനീ പരീക്ഷ? ഈ തന്ന കൽപ്പന 66 പുസ്തകത്തിലെ 66 പുസ്തകം എല്ലാം മൊത്തം കൽപ്പനയല്ല എങ്കിലും 66 പുസ്തകത്തിൽ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ? വിമല സഹോദരിക്ക് പ്രശ്നം വന്നു, ദൈവസഭ കൂടുമോ ഇല്ലയോ? സ്തോത്രം. ഇവിടെ നമ്മൾ ജയിച്ചു. ഈ വിഷയത്തിൽ നമ്മൾ ജയിച്ചു. കർത്താവ് ധാരാളമായ ദൈവസഭ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ തന്ന കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ജാതികളെ വെച്ചത്. അപ്പോൾ ഒരു ജാതിയെ ശാസിച്ചാൽ അടുത്തത് വരും, അടുത്തവന് ശാസിച്ചാലോ മൂന്നാമത് വരും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഒത്തിരി യുദ്ധങ്ങൾ ബൈബിളിലുണ്ട്. വേഗത്തിൽ പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ദൈവാത്മ തന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് വേഗത്തിൽ പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ഈ 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ
നമ്മുടെ ഈ സാൻഡ്വിച്ച് KFC സാൻഡ്വിച്ചിനെ തിരികെറ്റിയ പോലെ ഒരു അധ്യായമാണ് 20-ാമത്തെ അധ്യായം. ഏലിയ പ്രവാചക ശക്തിയോട് ശുശ്രൂഷിക്കുന്ന കാലത്ത് പേരില്ലാത്തൊരു പ്രവാചകൻ, പേരില്ലാത്ത ഒരു ദൈവദാസനെ ദൈവത്തിന്റെ ആത്മാവ് തിരികെ കയറ്റി, ഒരു അധ്യായത്തെ തിരികെ കയറ്റി. സ്തോത്രം. രാജാവിനോട് ദൂത് അറിയിച്ചു. രാജാവ് വിളിച്ചു വന്നല്ല, ദൈവം അയച്ചു വന്നു. സ്തോത്രം. നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇനി അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ വേണം കേട്ടോ. ദൈവം അയച്ചിട്ട് മനുഷ്യൻ വന്നു ബൈബിളില്ലേ? ദൈവം അയച്ചിട്ട് ചില ദൈവദാസന്മാർ വരണം ദൈവസഭയിൽ. വെറുതെ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയല്ല. ശക്തമായ ദൂത് ഇവിടെ പറയാം, ആലോചന പറയുവാൻ, യുദ്ധം എങ്ങനെ ചെയ്യണമെന്ന്. വേഗം വായിക്കാം 13-ാം വാക്യം. ഇവർ ഇസ്രായേൽ ജനത്തിന് എതിരായി ബെൻഹദദ് എന്ന് പറയുന്ന 6-ാം രാജാവ് വന്നു. അവൻ ശക്തനാ. അവൻ ഒരു കാര്യമില്ലാതെ വെറുതെ വന്നു. കാരണം അവന് ശക്തിയിലുണ്ട്. ഒന്ന് തോണ്ടാൻ വന്നതാ ഇസ്രായേൽ മക്കളെ, ഒന്ന് യുദ്ധം ചെയ്യാം. ഒരു രസത്തിന് വേണ്ടി വന്നപ്പോൾ 13-ാം വാക്യം വായിക്കാം. ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്തിനു വേണ്ടിയാ? ഞാൻ യഹോവ എന്ന് ജാതികൾ അറിയാൻ വേണ്ടിയല്ല. ഇവിടുത്തെ വിഷയം നമ്മൾ അറിയണം യേശു ക്രിസ്തു ആരാന്ന്. നമ്മൾ വേണ്ടുവണ്ണം അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ യുദ്ധം ചെയ്തിട്ടും മനസ്സിലായില്ല. കഴിഞ്ഞ തവണ സൗഖ്യം തന്നിട്ടും മനസ്സിലായില്ല. മക്കളെ അവിടെ ദുബായിക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ വിട്ടിട്ടും നമുക്ക് മനസ്സിലായിട്ടില്ല കർത്താവ് എത്ര സ്നേഹിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതം നമ്മൾ ഇന്നും ചിന്തിച്ച് ആരാധിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പറയാണ്, നിങ്ങൾ അറിയാൻ ദൈവസഭ ഓരോ കുടുംബങ്ങളും അല്ല, ഓരോ വ്യക്തി ജീവിതങ്ങളായ നമ്മൾ അറിയാൻ വേണ്ടിയാണ് ദൈവം പറയുന്നത്. നീ അറിയാൻ വേണ്ടി ഞാൻ അവിടെ നിങ്ങൾക്ക് ജയം തരും. ജയം തരുന്ന ആരാണ്? ഞാനാ. ഈ ജയമൊക്കെ ദൈവം പണ്ട് ഇഷ്ടംപോലെ ധാരാളം യുദ്ധങ്ങൾ അതേ അവർക്ക് വേണ്ടി ദൈവം തന്നെ യഹോവയായത്. യുദ്ധം യഹോവയ്ക്കുള്ളത് ആകുന്നു. ഫറോന് മുമ്പാകെ അതേ ഫറോനും ദൈവമക്കളും മുമ്പാകെ ദൈവം ചെങ്കടൽ വിഭാഗിച്ചപ്പോൾ ഒരു മാനുഷ്യമായ കൈകൾ അവിടെ ഉണ്ടായില്ല. എരിവും മതിൽ ആരോ പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞു, എരിവും മതിൽ തകർത്തപ്പോൾ അതെ അവിടെ ഒരു മാനുഷ്യമായ കാര്യങ്ങളും ഉണ്ടായില്ല. പിന്നെന്താ? കമാന്നൊരക്ഷം ഉണ്ടായില്ല. 7 ദിവസം 6 തവണയും മിണ്ടാതെ കറങ്ങി. ഓ, അവരെ സഹിഷ്ണുതേ. സ്വത്രം. നമ്മളാണെങ്കിൽ എന്നെ ഓടിച്ചേ. നമ്മൾ പോയി കർത്താവേ നമുക്ക് പ്രൈസും വർഷിപ്പും ഒന്നും ഇല്ലാതെ പരിപാടി നടക്കില്ല, കയ്യടിയൊന്നും പറ്റാതെ നമുക്ക് പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞ് ഓടി പോന്നേനെ. അവർ 7-ാം ദിവസം 6 തവണ മിണ്ടാതെ കറങ്ങി. 7-ാം തവണ അവർ കാളമോതി മതിൽ വീണു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത ഓരോ യുദ്ധങ്ങളിലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ രീതികൾ വേറെയായിരുന്നു. ഇന്നലെ തന്ന കഴിഞ്ഞ വർഷം തന്ന സൗഖ്യമല്ല ഈ വർഷം. ഈ വർഷത്തെ സൗഖ്യമല്ല 2026. 2026 ഇനി അസുഖം വരുന്നുണ്ട് കേട്ടോ. സ്തോത്രം. വചനപ്രകാരം കഷ്ടം. ഞാൻ മാത്രമല്ല, ബെന്നി പാസ്റ്ററും പറഞ്ഞു ഉറപ്പിച്ചു. ബെന്നി പാസ്റ്ററിന്റെ ദൂത് കേട്ടവർക്കായി സ്തോത്രം ഓർമ്മയുണ്ടെങ്കിൽ ബെന്നി പാസ്റ്ററും പറഞ്ഞു. മാത്രമല്ല അവർ ഞായറാഴ്ച നമ്മുടെ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്ന ദേവദാസനും ചിലരോടൊക്കെ ദൂതൊക്കെ അറിയിച്ചു. സ്തോത്രം. അപ്പൊ ഈ ഹല്ലേലൂയ വായിച്ചോ 13. അപ്പൊ ഞാൻ നിന്നെ വിടുവിക്കും, നീ ധൈര്യമായിരിക്കുക. പറഞ്ഞോ. ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഈ ആഹാബിനോട് വന്നിട്ട് അത് 6-ാം രാജാവ് പറയാ, എനിക്ക് നിന്റെ ഭാര്യമാരെ വേണമെന്ന്. ഓ, അവിടെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് സമയമില്ല. സുന്ദരികളായ നിന്റെ ഭാര്യമാരെ വേണം, പുത്രിപുത്രന്മാരെ വേണം, പൊന്നും വെള്ളിയും വേണം. എന്നിട്ട് ഈ രാജാവായവൻ ദൈവ മകൻ എന്ന് പറയുന്നവൻ പറയാണ്, അങ്ങ് എടുത്തോളെ, എനിക്ക് വിരോധിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ മൂപ്പന്മാരെ വിളിച്ചു. ഇടയ്ക്കിടെ കമ്മിറ്റിയപ്പോ ആവശ്യ സ്വത്രം കമ്മിറ്റിയോട് ചോദിച്ചപ്പോ മൂപ്പന്മാർ, പക്ഷെ ആത്മാവുള്ളവർ ഒന്നിച്ച് പ്രാർത്ഥിച്ച് വേണം ആലോചന പറയാൻ. അവർ ആലോചന പറയുമ്പോ പാസ്റ്ററിനെ പേടിക്കുന്നത് അല്ല, രാജാവിനെ പേടിക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യമാരെയോ അല്ലെങ്കിൽ എൻ്റെ പൊന്നിനെയോ എൻ്റെ പള്ളിയോ വിട്ടുകൊടുക്കാൻ വേണ്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ യുദ്ധം ചെയ്യും. യുദ്ധത്തിന് വേണ്ടി പോയതോ അവിടെ വാക്യം പറയുന്ന ആകെ 232 ബാല്യക്കാർ, പിന്നെ 7000 യോദ്ധാക്കള്. ഇസ്രായേലിലെ 232 യൗവനക്കാരെയാണ് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ന്യായാധിപന്റെ പുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ തലമുറയെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ. എന്ന അർത്ഥാൽ എൻ്റെ മക്കളെ ഈ കഷ്ടത ഞാൻ പറഞ്ഞ് പഠിപ്പിക്കണം.
പപ്പ ഇങ്ങനെയൊക്കെ പോയി, മമ്മി ഇങ്ങനെയൊക്കെ പോയി, നിങ്ങളും പോകേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതേ സ്വന്തം വചനം ധ്യാനിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഇന്ന് എല്ലാ പപ്പന്മാരും അമ്മമാരും പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുള്ളവരാ. സ്തോത്രം. അയ്യോ പാസ്റ്റർ, ഞാനോ കഷ്ടപ്പെട്ടു, ഞാനോ സൈക്കിൾ ചവിട്ടി, ഞാനോ കാൽനടയായിട്ടാണ് പോയത്. അതിന് മക്കൾ പോട്ടെ വണ്ടിയിൽ, ഓടിയിൽ. അവർ ഓടിയിൽ ഓടി 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 പോവും. അവർ ഓടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല കർത്താവ് നമുക്ക് അവിടെ തന്നത്. പിന്നെന്താണ്? യുദ്ധം അഭ്യസിപ്പിക്കുവാൻ. ഒരു പനി വന്നാൽ ഉടനെ മമ്മിയും പപ്പായും ഫോൺ വിളിക്കാൻ വേണ്ടിയല്ല. നീ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് അതേ മുഴങ്കാലിൽ നീ ആരാധിച്ച്, നീ പ്രാർത്ഥിച്ച്, വചനം ധ്യാനിച്ച് ജയമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. താഴെ വായിച്ചു, താഴേക്ക് 22-ാം വാക്യം. ആ ആ ആ ആ ഇനിയത്തെ ആണ്ടിൽ ഈ പോയ അരാം രാജാവ് പിന്നെയും അത് ആരാ കൊണ്ടുവരുന്നത്? ദൈവമാ കൊണ്ടുവരുന്നത്. ഓടിച്ചത് ദൈവം, പക്ഷെ വീണ്ടും കൊണ്ടുവരും. എന്തിനു വേണ്ടി? അടുത്ത അഭ്യാസം പഠിപ്പിക്കുക, അടുത്ത ലെസൺ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കണ്ടേ? അങ്ങനെ അവിടെ നമുക്ക് PhD വരെ പോകണം. അപ്പം ആത്മീയ PhD ഇങ്ങനെയാ, കുത്തും അടിയും ഇടിയും. ഏത്? ദൈവം തരുന്ന കുത്തും അടിയും ഇടിയും. രോഗാവസ്ഥ വരും, സ്തോത്രം, അങ്ങനെ പല കാര്യങ്ങൾ വരും, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണങ്ങളൊക്കെ വരും, കുത്തുവാക്ക് കേൾക്കും, കളിയാക്കളൊക്കെ ഉണ്ടാവും. എന്തിനു വേണ്ടിയാ? PhD എടുക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഈ PhD എടുത്തിട്ട് വേണം എനിക്ക് മറ്റുള്ളവരെയും അതേ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി ഇടുന്ന പ്രാർത്ഥിപ്പാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നും ആ ദൂത് ഇങ്ങനെ കിടപ്പുണ്ട്. എന്നോട് മോളുടെ കാര്യം, ക്രിസ്ത്യൻ കാര്യം പറഞ്ഞപ്പോൾ അത് മറ്റനേക ജീവിതങ്ങളെ ഈ വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി അവളെ കഷ്ടപ്പെടുത്തുന്നു. അയ്യോ, ഇതെന്ത് പണിയാ? വേറെ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടണോ? അതാണ് ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ജയമുണ്ട്. കാരണം എന്താണ്? സർവശക്തനായ ദൈവം, ആശ്വാസദായകൻ, അത് വിടുവിക്കുന്നവൻ, അത് നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ മുമ്പ് പാസ്റ്റർ പറഞ്ഞ അതേ സ്വന്തം സെഫനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-17 വാക്യങ്ങൾ എടുക്കേണ്ട. അവിടെ പറയുന്നുണ്ട്, അതെ, ഞാൻ രക്ഷിക്കുന്ന വീണാം ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. എന്തിനു വേണ്ടിയാ? രക്ഷകനായും വീരനായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ യുദ്ധം ചെയ്യുവാൻ. അതെ, നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ആശ്വാസം തന്ന് അതേ നമുക്ക് നമ്മളെ എന്നും ജയോത്സവമായി നടത്തുവാൻ കർത്താവിന് മാത്രമേ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 22-ൽ അങ്ങനെ വായിക്കാം. 28-ാം വാക്യം. കണ്ട, ഒരു പ്രവാചകൻ, 13-ലും 20-ലും ഒരു പ്രവാചകൻ വന്നു. 28-ൽ ഒരു ദൈവ പുരുഷൻ. പേരില്ല, നാളില്ല, ഊറില്ല. ഈ ഏലിയാവിന് അങ്ങനെയായിരുന്നു. ദിഷ്മനായ ഏലിയാവ്. അമ്മയാരോ അപ്പനാരോ ജനിച്ചെന്തോ എവിടെയോ PhD ആണോ AG ആണോ IPC ആണോ എന്നൊന്നും അറിയില്ല. ദൈവം അയച്ചു, ദൈവം പ്രവർത്തിച്ചു, ദൈവം കാര്യങ്ങൾ ചെയ്തു, ആമേൻ പറഞ്ഞു പോയി. സ്തോത്രം. ഇവിടെ 20-ാം അധ്യായത്തിലും ഒരു പ്രവാചകനെ കൊണ്ടുവന്നു. 13-ലും 20-ലും. 28-ാം വാക്യത്തിൽ പറയാണ്, ഒരു ദൈവ പുരുഷൻ വന്നു. വായിച്ചോ. ആ ആ ആ ഞാൻ നിന്റെ കയ്യിൽ ഈ മഹാസംഘത്തെ ഏൽപ്പിക്കും നിശ്ചയം. ഈ ദൈവസഭയ്ക്ക് വേണ്ടി കോഴഞ്ചേരി പട്ടണം, കോഴഞ്ചേരി ചുറ്റുപാടിനെ എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. നാം യുദ്ധം ചെയ്ത് ജയിച്ച് ഏറ്റെടുക്കണം എന്നുള്ളൂ. ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ. അതേ അതിനുവേണ്ടി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ ആ ചിന്താഗതി, ആ താല്പര്യം, ഒരു ആത്മഭാരമുള്ള ഒരു പാസ്റ്റർ നമുക്ക് തന്നോട്ടെ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോട് ചേർന്ന് അത് പ്രവർത്തിപ്പാൻ, അത് യുദ്ധം ചെയ്യും ദൈവാത്മാ നമ്മളെ വരുന്ന നാളുകൾ കൂടുതലായി സഹായിക്കട്ടെ. വായിച്ചോ. വീണ്ടും ഓർപ്പിക്കാൻ, ഈ മഹാസംഘത്തെ ഞാൻ അതേ തോൽപ്പിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് വീണ്ടും പറയാണ്. നിങ്ങൾ അറിയാൻ വേണ്ടി, ജാതികൾ അറിയാൻ വേണ്ടിയല്ല. സ്തോത്രം. എന്നാൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ജയം തരുമ്പോൾ അവർ അറിയും അവരെ ദൈവം അവരെ വിടുവിച്ചു. അവർ പറയും അവരെ ദൈവം അവരെ വിടുവിച്ചു.
കയ്യും കാലും ഇല്ലാത്ത, കാണാൻ പറ്റാത്ത ആത്മാവാകുന്ന ഒരു സത്യദൈവമുണ്ട്. അവൻ അവരുടെ രക്ഷകൻ, അവൻ സൗഖ്യദായകൻ, അവൻ ആശ്വാസദായകൻ. യഹോവ ഈരിയായി, യഹോവ ശാലോമായി, യഹോവ നിസിയായി, ഓ യഹോവ ഹല്ലേലൂയ ഞാനാകുന്നുവെന്ന് അറിയിച്ചത് കർത്താവിന്റെ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇടയിൽ കർത്താവ് പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയും അതെ അവരുടെ ഇടയിൽ യഥാർത്ഥമായ ദൈവം ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ഈ ബെൻഹദദ് എന്നിട്ട് എന്ത് ചെയ്തു? ജയമൊക്കെ പ്രാപിച്ച് അതേ ബെൻഹദദ് വന്നത് അതെ അവനോട് വന്ന് ഹല്ലേലൂയ അതെ അവൻ ബെൻഹദദ് തോറ്റുപോയുകൊണ്ട് അവനെ പിടിച്ചോണ്ട് വന്നിട്ട് ഒരു കാര്യം ചെയ്തു. ആഹാബ് പണ്ടേ നല്ല ഒരു മനുഷ്യനായിരുന്നു, പിന്നെ ഇടക്കാലങ്ങളിലൊക്കെ തെറ്റിയൊക്കെ പോയി. ദൈവാലോചന ചോദിക്കണം, ഇവിടെയും ദൈവാലോചന ചോദിച്ചത്. അതുകൊണ്ടാണ് ദൈവം തന്റെ ആലോചന അറിയിക്കാൻ വേണ്ടി ആളുകളെ അയച്ചു. താനായിട്ട് ചോദിച്ചു. പക്ഷേ ദാവീദ് രാജാവ് അങ്ങനെയല്ലായിരുന്നു. മരിക്കുന്ന സമയം വരെയും ഏത് യുദ്ധത്തിന് പോയാലും 30 വർഷത്തോളം യുദ്ധം ചെയ്തു. 30-ാം വർഷവും യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് ചോദിക്കും, കർത്താവെ ഞാൻ ഈ യുദ്ധത്തിന് പോകണോ? കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? ഓരോ കാര്യം വരുമ്പോൾ ചോദിക്കണം. 5 രൂപയുടെ ഫ്ലെക്സി പേന മേടിക്കാനാണെങ്കിലും 5 രൂപയുടെ ഫ്ലെക്സി പേന മേടിക്കാനാണെങ്കിലും ഇല്ല, ഇവിടെ ഫ്ലെക്സി പേന ഇല്ല, ഇവിടെ ഫ്ലെക്സി ആണോ? ഫ്ലെക്സി എനിക്ക് ഞാൻ ഫ്ലെക്സി 5 രൂപയുടെ ഫ്ലെക്സി ഉപയോഗിക്കുന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. സ്വത്രം നമ്പർ വില പറയാണ്. 5 രൂപയുടെ ഫ്ലെക്സി പേന മേടിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന കർത്താവെ പപ്പയ്ക്ക് പൈസയുണ്ട് 100 രൂപയുടെ പേന മേടിച്ചു തരാൻ, മമ്മിക്ക് പൈസയുണ്ട് 200 രൂപയുടെ മേടിച്ചു തരാൻ. പക്ഷെ അതൊന്നുമല്ല, യേശു കർത്താവിനോട് പറയണം, കർത്താവെ എനിക്കൊരു പേന വേണം, അത് അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളുണ്ട്, പക്ഷെ എന്താണ്, എന്നിട്ടും ചോദിക്കുന്നതാണ് യഥാർത്ഥ ഭക്തൻ. ആരോഗ്യമുണ്ട്, ബലമുണ്ട്, പണമുണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, എന്നാൽ ദൈവത്തോട് ചോദിച്ച് ഓരോ കാര്യം ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തൻ. ദാവീദ് രാജാവ് അങ്ങനെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ അധ്യായം അത് 34-ാം വാക്യത്തിൽ അത് അധ്യായം അവസാനിക്കുന്നില്ല. ആ ഭാഗം ബെൻഹദദ് വീണ്ടും അതേ അവനായിട്ട് 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയാം, ഒരു ഉടമ്പടി ചെയ്തു ആഹാബ്. എന്ത് ഉടമ്പടി? അതേസമയം ഞാൻ നിന്നെ വിട്ടയക്കാം, സ്തോത്രം, നീ നിന്റെ പട്ടണങ്ങളൊക്കെ എനിക്ക് തരണം. ബെൻഹദദ് അത് ചെയ്തില്ല. 22-ാം അധ്യായം ഈ പുസ്തകത്തിന് അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ബെൻഹദദ് വീണ്ടും വന്ന് യുദ്ധം. ആ യുദ്ധത്തിന് കാരണം യഹോവയായ ദൈവമല്ല, ആഹാബിന്റെ അഹങ്കാരമായിരുന്നു. ആഹാബ് ദൈവത്തോട് ചോദിക്കാത്തതായിരുന്നു. ദൈവത്തിന് മനസ്സും അത് താല്പര്യം അറിയാതെ അത് അവനെന്ത് ചെയ്തു? ഉടമ്പടി ചെയ്ത നിമിത്തമായിട്ട് ബെൻഹദദ് വന്നു. അതേസമയം ഏലിയാവ് വലിയ പ്രവാചകൻ, ശക്തമായ ദൂത് ആഹാബിനോട് പറയാം, നിന്റെ ഗ്രഹം നശിച്ചുപോകും, നീയോ മരിക്കില്ല, നിന്റെ മക്കൾ മുഴുവനും നശിച്ചുപോകും. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വിശ്വസത, ദൈവം മക്കളോട്, ദൈവസഭയോടുള്ള ദൈവത്തിന് വിശ്വസത കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ബെൻഹദദിനെ അതേ ദൈവം അവിടെ തോൽപ്പിക്കുകയാണ്, അവനെ കൊല്ലുകയാണ്. സ്തോത്രം. കർത്താവിന്റെ വിഷയം ആഹാബിന്റെ പാപമോ ആഹാബിന്റെ കാര്യങ്ങളല്ല, എനിക്ക് എന്റെ ജനത്തെ വിടുവിക്കണം. ഒരാളുടെ പാപം കൊണ്ട് സകല ജനവും അതേസം ഭാരപ്പെടും. അത് ഒരു വിഷയമാണെങ്കിൽ തന്നെ മറുവശത്ത് ഒരാളുടെ പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം സകല ജനത്തെയും അതേ നശിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു നല്ല പിതാവും കൂടി ആകുന്നു. സ്തോത്രം. അവിടെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അതേ ഓർപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആദ്യം വായിപ്പിച്ച പോലെ നമുക്ക് യുദ്ധങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാ? അതേ പരീക്ഷ ജയിക്കാൻ വേണ്ടി, പരീക്ഷിച്ച് അതേ നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി, തന്നോട് കൂടി ഇരുത്താൻ വേണ്ടിയാണ് കർത്താവ് ഈ ജാതികളെ വെച്ചിരിക്കുന്നത്. ഓരോ ജാതിയെ കർത്താവ് ഓരോ സമയങ്ങളിലും അത് കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷെ എല്ലാവരെയും മാറ്റിയിട്ടില്ല. എന്തിനു വേണ്ടിയാ? നാം ഒന്നും കൂടെ ആത്മാവിൽ ബലം പ്രാപിപ്പാൻ, ആ ദൈവ സ്നേഹം മാത്രം സഹോദര പ്രീതി അതിൽ വർദ്ധിച്ചതിനു വേണ്ടിയാണ് കർത്താവ് ആ ജാതികളെ വെച്ചിരിക്കുന്നത്. അത് മുമ്പിൽ കണ്ടുകൊണ്ട് അല്ലാതെ മുന്നേറുവാൻ, ആത്മാവിൽ പോരാടുവാൻ കർത്താവ് ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. സമയം നൽകിയ ദേവദാസൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഹാബിനോട് ദൈവം ചെയ്ത പ്രവൃത്തികളും മറ്റുമെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അത് വീണ്ടും ഒന്നുകൂടെ കേൾപ്പിക്കും.